ജിയോ ഇന്ത്യക്കാർക്ക് ഡിജിറ്റൽ ജീവിതം യാഥാർത്ഥ്യമാക്കിയെന്ന് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി. അടുത്ത ലക്ഷ്യം റിലയൻസ് ഇന്റലിജൻസ്. ജാംനഗറിൽ AI പരീക്ഷണങ്ങൾ വിജയത്തോട് അടുക്കുകയാണ് എന്ന് ആകാശ് അംബാനി. 1,30,00,000 വീടുകളിൽ എയർ ഫൈബർ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യക്ക് കുതിപ്പിന്റെ വഴി തെളിച്ചുവെന്നും മുകേഷ് അംബാനി. ജിയോ IPO യാഥാർത്ഥ്യമായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. ദീർഘകാലം കലാകൗമുദി പത്രാധിപർ ആയിരുന്നു. അന്ത്യം തിരുവനന്തപുരം പട്ടത്തെ വസതി. ചരിത്രമാകുന്നത് അന്വേഷണാത്മക റിപ്പോർട്ടിംഗിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്രപ്രവർത്തകൻ. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. ജനകീയ പ്രഖ്യാപനങ്ങളുമായി VD സതീശന്റെ ആദ്യ ബജറ്റ്. വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഭൂപരിഷ്കരണം 2 നടപ്പിലാക്കും. കടൽ തീര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മിഷൻ സമുദ്ര പദ്ധതി. അന്തർദേശീയ മാരിടൈം മ്യൂസിയം പ്രഖ്യാപിക്കുമെന്നും ബജറ്റ്. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. സർക്കാർ ജീവനക്കാരുടെ DA, DR മുടക്കം കൂടാതെ നൽകും. മെഡിസബ് പരിഷ്കരിക്കും. NBA സംവിധാനം പരിഷ്കരിക്കും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തി. വനിതാ കർഷക വികസനത്തിനായി പ്രത്യേക പരിപാടി. മലയോര മേഖലയിൽ ബഹുവിള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കും. പാലിന്റെ പ്രതിദിന ഉൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്തും. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. കൊച്ചി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കും. കോഴിക്കോട് MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക്. തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ മ്യൂസിക് അക്കാദമി. എറണാകുളത്ത് നടൻ സലീം കുമാറിന് സ്മാരകം. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാരിനെ അഭിനന്ദിച്ച് മോഹൻലാൽ. ബജറ്റിൽ ഉയർന്നു വന്നത് വൻകിട കോർപ്പറേറ്റ് താൽപര്യങ്ങളെന്ന പ്രതിപക്ഷ നേതാവ്. തീരമേഖല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണോ എന്ന ആശങ്കയെന്നും പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിക്കൊടുക്കുന്നുവെന്നും വിമർശനം. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയതിൽ സന്തോഷമെന്ന് ജോസ് കെ മാണി. പുഷ്പ 2 റിലീസ് ദിവസം തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനോട് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. തിങ്കളാഴ്ച കോടതിക്ക് മുന്നിൽ എത്തണമെന്ന് നിർദ്ദേശം. കേസിൽ താരം 11ാം പ്രതി. രാജ്യത്ത് ടെലഗ്രാം നിയന്ത്രണം തുടരും. നിയന്ത്രണം ഡൽഹി കോടതി ശരിവെച്ചു. താൽക്കാലിക വിലക്ക് തിങ്കളാഴ്ച വരെ. നടപടി നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ. മാസപ്പടിക്കേസിൽ EDയുടെ നിർണായക നീക്കം. വീണാറ്റിയുടെ തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കറിൽ പരിശോധന വീണയുടെ സാന്നിധ്യത്തിൽ ബാങ്കിന് മുന്നിൽ അതീവ സുരക്ഷ. പരിശോധന തുടരന്വേഷണത്തിന്റെ ഭാഗമായി. ലോകകപ്പിൽ സ്കോട്ട്ലാൻഡ് മൊറോക്കോ പോരാട്ടം. മത്സരം പുലർച്ചെ 3:30. ഗ്രൂപ്പ് C USA ഓസ്ട്രേലിയയെ നേരിടും. തുർക്കിക്ക് എതിരാളികൾ പരാഗ്വേ.